പക്ഷേ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന കേസ്, വിജിലൻസ് കേസ്, കേരള ഹൈക്കോർട്ട് ക്വാഷ് ചെയ്യുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. സുപ്രീം കോർട്ട് അതും എടുത്ത് റദ്ദായി. സുപ്രീം കോർട്ട് പറഞ്ഞു കേസ് അന്വേഷിക്കാൻ പറഞ്ഞു. ജേക്കബ് തോമസിനോട് പറഞ്ഞു കേസിനകത്ത് കാര്യങ്ങളുണ്ട്, എവിഡൻസ് ഉണ്ട്. അതായത് ഡ്രഡ്ജർ മേടിച്ച ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇത് അന്വേഷിച്ച ഓഫീസർ സംസാരിച്ച് പറഞ്ഞു അതിൻ്റെ എവിഡൻസ് ഉണ്ട്, ജേക്കബ് തോമസിനെ ഈ പറഞ്ഞ പോലെ വെറുതെ വിടുത്തു. അതിൻ്റെ കേസ് പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ ജേക്കബ് തോമസിനെ ശിക്ഷിക്കും. അതായത് അഴിമതി നടന്നിട്ടുണ്ട്. രണ്ടാമത് ഇയാളുടെ ഭാര്യയുടെ പേരിലുള്ള കൊടകിന്, അതായത് കർണാടക ആ സ്ഥലത്ത് ഏകദേശം 156 ഏക്കർ സ്ഥലം അവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡെയ്സി ജേക്കബിൻ്റെ പേരിൽ വാങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള ആ സ്ഥലം പിടിച്ചെടുത്തു. അവരെ എവിക്റ്റ് ചെയ്ത് ഒഴിപ്പിച്ചു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കർണാടക ഹൈക്കോടതി പോയി കേസ് നടത്താനും പരിപാടി, അവിടെ കോർട്ടല്ലേ ദൂരെ കളഞ്ഞത്, ഇത് ഫോറസ്റ്റ് ലാൻഡാണെന്ന് തന്നെ പറഞ്ഞു. അതും അനധികൃതമായിട്ട് കിട്ടിയതാണ്. അതിനെപ്പറ്റിയുള്ള ഫർദർ അന്വേഷണം എനിക്കറിയത്തില്ല. അതായത് ആരെ സ്വാധീനിച്ച് മേടിച്ചത്. അതായത് കേരളത്തിലെ മീഡിയയും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം കൂടെ ഉണ്ടാക്കി വന്ന ഒരു ഷാഡോ ആണ് ജേക്കബ് തോമസ് ഭയങ്കര ക്ലീൻ ആണെന്ന്.